ഹായ് ഗായ്സ്, സ്ട്രെസ് മാർക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ഗ്രൺഫോസിൻ്റെ CM 5-5 60 ലിറ്റർ ആണ്. ബാക്കി വിശേഷങ്ങൾ നമുക്ക് പമ്പ് നേരിട്ട് കണ്ടു കാണാം. അപ്പോൾ ഗായ്സ്, ഇതാണ് നമ്മൾ ഇന്ന് പരിചയപ്പെടുത്തുന്ന 5-5 60 ലിറ്റർ. ഇത് നമ്മുടെ ഗ്രൺഫോസ് 5-5 എന്ന് പറഞ്ഞ മോഡലാണ്. ഇത് വരുന്നത്, ഇതിന്റെ സ്വദേശം ഡെൻമാർക്കാണ് വരുന്നത്. ഡെൻമാർക്കിൽ അല്ലാതെ 24ഓളം കൺട്രീസിൽ നമുക്ക് മാനുഫാക്ചറിങ് ഉണ്ട്. മാനുഫാക്ചറിങ് ഇന്ത്യയിലില്ല. ഇന്ത്യയിൽ നമുക്ക് ചെന്നൈയിൽ ഒരു അസംബ്ലിംഗ് യൂണിറ്റ് ഉണ്ട്. ഇതിന്റെ മെയിൻ ആയിട്ട് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിൽ വരുന്നത് ഒരു പ്രഷർ ഗേജ് വരും. ഇതിൽ നമുക്ക് പ്രഷർ അറിയാൻ പറ്റും, എത്ര പ്രഷറിലാണ് കട്ടിങ്ങും കട്ട് ഓഫ്. ഇതുവരെ വരുന്നത് നമുക്ക് പ്രഷർ സ്വിച്ച് ആണ്. ഈ പ്രഷർ സ്വിച്ച് വരുമ്പോൾ ഇതിലാണ് നമ്മൾ പ്രഷർ അഡ്ജസ്റ്റ് ചെയ്യുന്നത്. അതായത് കസ്റ്റമർക്ക് എത്ര ബാർ പ്രഷറാണ് ഇവിടെ വേണ്ടതെന്ന് നമ്മൾ സെറ്റ് ചെയ്യുന്നത് ഇവിടെയാണ് ചെയ്യുന്നത്. അത് നമ്മൾ കമ്പനിയുടെ ടെക്നീഷ്യൻ പോയി സൈറ്റിൽ പോയിട്ട് ചെയ്യുന്ന ഒരു പ്രൊസീജിയറാണ്. പിന്നെ ഇതിൽ പറയാനുള്ളത് ഇത് HP ആണ്. ഇത് വരുന്നത് ഏകദേശം 1.5 HP ആണ്. അത് ഏകദേശം നമുക്കൊരു 6 ബാത്റൂമിലേക്ക് നമുക്ക് പോകാൻ പറ്റുന്ന, ഒരു 4 ബാത്റൂമോളം നമുക്ക് ബോഡി ജെറ്റോ ഷവർ പാനലോ ചെയ്യാൻ പറ്റുന്ന ഒരു മോഡലാണ് വരുന്നത്. പിന്നെ ഇതിന്റെ വരുന്നത് 4 ബാർ പ്രഷറിൽ 5000 ലിറ്റർ ഫ്ലോ റേറ്റുള്ള പമ്പാണ്. 5000 ലിറ്റർ മണിക്കൂറിലാണ് 5000 ലിറ്റർ ഫ്ലോ റേറ്റുള്ള പമ്പാണ്. ഇതാണ് ഇതിന്റെ ഓവറോൾ ഒരു സ്പെക് വരുന്നത്. അപ്പോൾ നമുക്ക് പ്രഷർ പമ്പിന്റെ ഡിസ്ക്രിപ്ഷനിലേക്ക് പോവാം. ഇതാണ് നമ്മുടെ പ്രഷർ ബൂസ്റ്റിംഗ് പമ്പ്. ഇത് അതിന്റെ 6 ലിറ്റർ പ്രഷർ വെസൽ. ഇതിന്റെ കണക്ഷൻ വരുന്നത്, ഇത് നമുക്ക് ഇന്നാണ് വരുന്നത്. അതായത് പമ്പിലേക്ക് വരുന്ന ലൈനാണത്. പമ്പിലേക്ക് വരുമ്പോൾ നമുക്ക് മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം ലൈൻ ഫിൽറ്ററാണ്. ഇത് നമ്മൾ യൂസ് ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പ്രഷർ പമ്പിലേക്ക് കരടുകളോ കാര്യങ്ങളോ എന്തെങ്കിലും എറേഴ്സ് വരാണ്ടിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഈ ലൈൻ ഫിൽറ്റർ യൂസ് ചെയ്യുന്നത്. അത് പമ്പിൻ്റെ ലൈനിനനുസരിച്ചായിരിക്കും. ഇപ്പം ചിലപ്പോൾ ചിലതിന് 1.5 ചിലതിന് 1.25 ചിലപ്പോൾ 1.5 ചില കേസിൽ 2 വരാറുണ്ട്. ഇതാണ് നമ്മൾ ഫസ്റ്റ് നോക്കേണ്ടത്. പമ്പിലേക്ക് വരുമ്പോൾ പമ്പിൻ്റെ പ്രൊട്ടക്ഷനായിട്ട് നമ്മൾ വെക്കുന്ന ഫസ്റ്റത്തെ കാര്യമാണ്. രണ്ടാമത്തെ കാര്യം വരുമ്പോൾ, ഇതിന് നമ്മളൊരു ഡ്രൈ റൺ പ്രൊട്ടക്ഷൻ കൊടുക്കും. അതായത് പമ്പ് വെള്ളമില്ലാത്ത അവസ്ഥയിൽ ഓടാൻ പാടില്ല. വെള്ളമില്ലാത്ത അവസ്ഥയിൽ ഓടിക്കഴിഞ്ഞാൽ പമ്പ് കത്തിപ്പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നമ്മൾ ഫ്ലോട്ട് സ്വിച്ച് കൊടുക്കും. ഡ്രൈ റൺ പ്രൊട്ടക്ഷൻ എന്നാണ് പറയുന്നത്. പിന്നെ മൂന്നാമത്തെ കേസ് വരുന്നത് ആൻറ്റി വൈബ്രേഷൻ പാഡ് എന്ന് പറയും. ഇതാണ് ആൻറ്റി വൈബ്രേഷൻ പാഡ്. ഇത് വരുന്നത് പമ്പ് ഓൾറെഡി നോയ്സ്ലെസ് ആണ്. ഇതിന് ഏകദേശം ഒരു 55 to 56 ഡെസിമൽസ് സൗണ്ടേ ഉള്ളൂ. അതിലും താഴെ, അതായത് കസ്റ്റമർക്ക് പമ്പ് ഓൺ ആണോ ഓഫ് ആണോ എന്ന് അറിയാൻ കൂടെ പറ്റില്ല ഇങ്ങനത്തെ ആൻറ്റി വൈബ്രേഷൻ പാഡ് വെക്കുമ്പോൾ. പിന്നെ സ്റ്റാർട്ട് സ്റ്റോപ്പിൽ ജെർക്കിങ്ങും സപ്പോർട്ട് ചെയ്യും. ഇത് രണ്ടുമാണ്. ഈ മൂന്നും നമ്മൾ നോക്കേണ്ട കാര്യങ്ങളാണ് ഇൻട്രോ ആയിട്ട്. പിന്നെ എക്സ്ട്രാ കസ്റ്റമർക്ക് ഏതാ വേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് ആഡ് ഓൺ കൊടുക്കാം. അത് കഴിഞ്ഞ് വരുന്നത്, ഇത് ഇന്നിലേക്ക് വരും. പമ്പിൻ്റെ ഇന്നിലേക്ക് വന്നിട്ട് നേരെ 60 ലിറ്റർ വെസലിലേക്ക് പോകും. ഇതിലാണ് 60 ലിറ്റർ വെസലിലാണ് പ്രഷർ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. ഇതിലൊരു എയർ കംപ്രഷർ ഉണ്ട്. ഇത് കംപ്രസ് ചെയ്തിട്ട് നമുക്ക് ഈ ലൈനിലേക്ക് പോകും. ഈ ലൈനിലേക്ക് പോയിട്ട് നേരെ ബാത്റൂമിൻ്റെ ഔട്ടിലേക്ക് പോകുന്നു. ബാത്റൂമിൻ്റെ ഔട്ടിലേക്ക് പോകുമ്പോൾ ഇത് നമ്മൾ ചെക്കിംഗ് വാൽവ് ഇട്ട് കൊടുത്തേക്കാണ്. ഇതിൻ്റെ മെക്കാനിസം കുറച്ച് ഇപ്പോൾ കാണിച്ചു തരാം എങ്ങനെയാണെന്ന്. പിന്നെ നമുക്ക് ഇതെല്ലാത്തിൻ്റെ ഉപരി, ഇൻ കേസ് പമ്പിന് കറണ്ട് ഇല്ലാത്ത അവസ്ഥ, അല്ലെങ്കിൽ ഇൻ കേസ് പമ്പിന് എന്തെങ്കിലും നമുക്ക് മാറ്റി ഫിറ്റ് ചെയ്യണ്ടോ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ, നമ്മൾ ബൈപ്പാസ് എന്ന് പറയും, NRV ബൈപ്പാസ് കൊടുക്കുന്നതാണ് നമ്മൾ. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഈ വാൽവ് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ പമ്പില്ലെങ്കിലും വർക്ക് ചെയ്യും. പക്ഷേ വെള്ളത്തിൻ്റെ ഫ്ലോ കുറവായിരിക്കും, പ്രഷറും കുറവായിരിക്കും. അപ്പോൾ നമ്മളിത് യൂസ് ചെയ്യുന്നത് ഈ പമ്പിൻ്റെ ഇല്ലായ്മ വരുമ്പോൾ നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയാണ് ഇത് വരുന്നത്. ഇതാണ് പമ്പിൻ്റെ ഓവറോൾ ഇൻട്രോ. ഇതിൻ്റെ ഹെഡ് എന്ന് പറഞ്ഞാൽ ഏകദേശം 46 മീറ്റർ ഹെഡാണ്. ഇത് 4 ബാർ പ്രഷറിൽ 5000 ലിറ്റർ കിട്ടുന്ന മോഡലാണ്. ഇതിൻ്റെ ഫ്ലോ ഒന്ന് കാണിച്ചത്. അപ്പോൾ ഗൈസ്, ഇതാണ് നമ്മുടെ പമ്പിന് ഓവറോൾ വർക്കിംഗ് മെക്കാനിസം. ഇനി നമുക്ക് അടുത്ത വീഡിയോയിലേക്ക് കാണാം. ഓക്കെ, ബൈ.